ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 4 സവാള നീളത്തിന് കട്ട് ചെയ്തത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി അതിലോട്ട് സവാള ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി തള്ളിയത്, പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എണ്ണയിൽ വശക്കിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വശണ്ട് വരുന്ന സമയത്ത് നമുക്കൊരു തക്കാളി ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതുകൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് വയറ്റി നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരട്ടെ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പട്ടയും ഗ്രാമ്പു ഏലയ്ക്കയൊക്കെ ഒന്ന് തല്ലിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലി, മുളക്, പെരുംജീരകം ഇവയൊക്കെ സമ അളവിനാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂടുതൽ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതിയാവും. ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല കുറുകിയ ചിക്കൻ കറി കിട്ടും കേട്ടോ. ഈ മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടിയും ഒരേ അളവിന് ചേർത്താൽ ശേഷം നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളവും കൂടെ കറക്റ്റായിട്ട് ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കുറച്ച് ആ ഒരു ചിക്കൻ്റെ കുറച്ചൊന്ന് മുകളിൽ നിന്നാൽ മതിയാവും. ശേഷം ഒരു നാരങ്ങയുടെ പാതി പിഴിഞ്ഞതും പിന്നെ നമ്മുടെ മല്ലിച്ചെപ്പ് പുതിന അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിച്ചെപ്പും പുതിനയും പിന്നെ രമ്പയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലൊരു മണമായിരിക്കും അതുകൂടെ ചേർത്തതിന് ശേഷം നമ്മുടെ കുക്കർ അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്ത് വെക്കുക. ഒരു 2 വിസിൽ വന്നതിന് ശേഷം കുക്കറിൻ്റെ മൂടി തുറന്നാൽ ഇതുപോലെ നല്ല കുറുകിയ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്നായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ ഉണ്ടാക്കാൻ തോന്നും വീട്ടിൽ. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം. Till then, bye from Galbos.